ഇങ്ങനെ കടന്നിരുന്ന റൂമിനെ ഇതുപോലെ ആക്കി മാറ്റണം എന്നുള്ള സീരീസിലെ പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 2 പറഞ്ഞതുപോലെ തന്നെ ഇന്ന് റൂം മൊത്തത്തിലൊന്ന് പെയിന്റ് അടിച്ചെടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ഒരുപാട് കളർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമന്റ് ആണ് ഈ ഒരു കമന്റ്. ഇതിൽ ഗ്രേയും ഗ്രീനും അടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കണം. എന്തായാലും ഡാർക്ക് കളർ റൂമിൽ സെറ്റ് ആവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ തന്നെ ലൈറ്റ് കളർ ഞാൻ നോക്കി. കടയിൽ ചെന്ന ടൈമിൽ ഒരു മിൽക്കി മൂൺ എന്ന് പറഞ്ഞ കളറാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതാണെങ്കിൽ ഗ്രേയും അല്ല വൈറ്റും അല്ലാത്ത ഒരു ലൈറ്റ് കളറായിരുന്നു. ഇത് അടിച്ചിട്ട് റൂം എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. പെയിന്റ് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങി. പിന്നെ കുഞ്ഞമ്മേരോക ചീസ് ചേർത്ത മുട്ടയും പാല് ചേർത്ത ചായയും കിട്ടി. അതുകൊണ്ട് തന്നെ അതും കുടിച്ച് വീണ്ടും പെയിന്റ് അടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെയാണ് ഒരു കൗതുകത്തിന്റെ പുറത്ത് ഈ ഒരു കതവിലും കൂടെ അങ്ങ് പെയിന്റ് അടിച്ച് വെച്ചത്. പിന്നെയാണ് മനസ്സിലായ വാളിലടിക്കേണ്ട പെയിന്റ് കതവിലടിക്കാൻ പാടില്ല, കതവിലടിക്കാൻ വേണ്ടി വേറെ ഒരു പെയിന്റ് തന്നെ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എന്തായാലും കതവൊന്ന് കൊളായി കിട്ടി. ഫസ്റ്റ് കോട്ടിങ് അടിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ കോട്ടിങ് ഒക്കെ ആയപ്പോൾ കൊച്ചനും കൂടെ വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള പണി കുറച്ചും കൂടെ എളുപ്പമായിട്ട് തീർന്നു കിട്ടി. രണ്ടാമത്തെ കോട്ടിങ് ഒക്കെ അടിച്ച് ഉണങ്ങിയതിന് ശേഷമാണ് ഒരു കാര്യം മനസ്സിലായ, വിചാരിച്ച രീതിയിലൊന്നും അല്ല പെയിന്റ് വന്നേക്കണം. കാണിച്ചു കൊടുത്ത പെയിന്റ് വേറെ, ഇതൊരു ഓഫ് വൈറ്റ് കളറിലാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാളിൽ ഒരു കോട്ടിങ് മാത്രമേ അടിച്ചോളൂ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പെയിന്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ട് എനിക്ക്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഫോളോ ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോ കാണാം.